നമസ്കാരം. ആൾറൗണ്ടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ 2-3 ഐഫൈ സിസ്റ്റങ്ങൾ സെയിൽസിന് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കുന്ന ആളുകൾക്ക് അത് USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണോ, ഏത് രീതിയിലാണ് പ്ലേസ് ചെയ്യേണ്ടത്, അത് വാങ്ങിക്കുന്ന ആളുടെ താല്പര്യപ്രകാരം അത് ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്യേണ്ട രീതിയാണോ അതോ സൈഡിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ച ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളത് അതിൽ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ഇതിൻ്റെ മുമ്പൊക്കെ നമ്മൾ സോണി, ക്യാൻവുഡ്, അതുപോലെ തന്നെ പൈനിയർ, ഇതിലൊക്കെ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അത് ചില ആളുകളത് ആ രീതി വേണ്ട, നമുക്കത് ബ്രാൻഡഡ് സിസ്റ്റത്തിൽ നമ്മളത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിനോട് പ്രൈസുള്ള ആളുകൾക്ക് അതൊരു താല്പര്യമില്ലാത്ത രീതിയാണ്. ചില ആളുകൾക്ക് അതിൽ USB മൊഡ്യൂളും ബ്ലൂടൂത്തും ഒന്നും വേണ്ട, ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഞങ്ങൾക്ക് അതിൽ ഓക്സും അതുപോലെ തന്നെ FM വർക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു 3 ഐഫൈ സിസ്റ്റത്തിലും നമ്മളതിൽ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല രീതിയിൽ നമ്മൾ 5 വോൾട്ട് എടുക്കുന്നത് ഏത് രീതിയിലാണ്, CD വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ നമുക്ക് CD-യിൽ നിന്ന് തന്നെ ലെഫ്റ്റ് റൈറ്റും ഔട്ട്പുട്ട് ഏത് രീതിയിലാണ് കൊടുക്കുക എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മ്യൂസിക് സിസ്റ്റങ്ങൾ നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സോഴ്സ് സെലക്ട് ആവുക CD ആവും. അപ്പോൾ നമുക്ക് രണ്ടാമത് പോയിട്ട് നമുക്ക് സോഴ്സ് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ചിലതിൽ നമുക്ക് നേരെ ഞാൻ ബാക്കിൽ ഓക്സ് കണക്ഷൻ തന്നെ നമ്മൾ ബോഡിയിൽ തന്നെ സൈഡിൽ സോൾട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വോൾട്ട് നമുക്ക് ബോഡിയിൽ തന്നെ ട്രൈസ് ചെയ്തിട്ട് USB മൊഡ്യൂളിലേക്കുള്ള 5 വോൾട്ട് ഏത് രീതിയിലാണ് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ 7805 IC വെച്ചിട്ട് എങ്ങനെ എടുക്കുക, അങ്ങനെ കുറേ ധാരാളം നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ ഒരുപാട് വീഡിയോസുകളുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടൻറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതിലും നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ 5 വോൾട്ട് എടുക്കുന്നത്, ഏത് രീതിയിലാണ് USB മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ കൊടുക്കുന്നത് എന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 3ഉം ഏത് രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് വരുന്ന ഭാഗം മാത്രമുള്ളൂ ഞാൻ നല്ല രീതിയിൽ കാണിക്കുക, അല്ലാതൊക്കെ നമ്മൾ ഫാസ്റ്റായിട്ട് കാണിക്കും. കാരണം ഇതിൻ്റെ മുമ്പൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ 3നും നമ്മൾ ആദ്യം മുതൽ ഓരോന്നിൽ കൊടുക്കുന്ന രീതി കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളുകൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ചില ക്യാൻവുഡിലൊക്കെ നമുക്ക് അതിൽ ബോർഡ് വരിക അടിയിലേക്കാരം, ചില അതിൻ്റെ സൈഡിലേക്കാരം വരിക. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ആ ബോർഡ് പുറത്തെടുത്തിട്ട് സോൾവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 2007, 2005 ആ മോഡലിലൊക്കെ ഓഡിയോ സിസ്റ്റത്തിലാവും നമ്മൾ കൂടുതലും USB മൊഡ്യൂൾ കിട്ടുക. അപ്പോൾ അതിൽ വരുന്ന സോൾഡറിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ലെഡ് കാര്യങ്ങളൊന്നും അതിൽ പേസ്റ്റ് പിടിക്കാത്ത രീതിയിലേക്കാണ്. പിന്നെ നമുക്കത് ബോർഡ് പുറത്തെടുക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എന്തായാലും സോൾഡറിങ് റീസോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളുടെ മൊബൈൽ ചാർജർ 5 വോൾട്ട് വരുന്നത് ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ AC തന്നെ ബൈപ്പാസ് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കൂടുതലും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കുറേ സമയം എടുത്തിട്ട് ചെയ്യുന്നേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് നമുക്കത് USB മൊഡ്യൂൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ ഇതിലുള്ള 5 വോൾട്ട് അത് നമ്മൾ AC സെക്ഷനിൽ തന്നെ ട്രാൻസ്ഫോമർ സെക്ഷനിൽ തന്നെ നമുക്ക് 12 വോൾട്ട് വരുന്ന ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡിൻ്റെ അകത്ത് മറിച്ച് നോക്കിയതിന് ശേഷം വേണം നമുക്കിതിൽ 5 വോൾട്ട് ഏത് രീതിയിലാണ് വരിക എന്നൊക്കെ അറിയണം. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഒരു 7805 IC വാങ്ങിച്ച് കേവലം ഒരു 10 രൂപയുടെയൊക്കെ ചിലവാണ് വരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ 3 ഡിവൈസിലാണ് USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന USB മൊഡ്യൂൾ ഏതാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണ USB മൊഡ്യൂൾ ആദ്യം ഏതാണെന്നുള്ളത് പരിചയപ്പെടാം. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓർഡർ ചെയ്തതൊക്കെ. ഞാനിത് നമുക്ക് നാട്ടിൽ ഈ ഒരു USB മൊഡ്യൂൾ വാങ്ങിക്കാൻ കിട്ടുന്നത് പകാരി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മൾ മിക്ക വീഡിയോസിലും നമ്മളുടെ ഓഡിയോ സിസ്റ്റത്തിലൊക്കെ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതൊക്കെ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇത് നമുക്ക് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും ചില ഷോപ്പിലൊക്കെ. അപ്പോൾ ഇത് ഈ ഒരു രീതി തന്നെ ആയിരിക്കും നമുക്ക്, പക്ഷേ ഒറിജിനൽ പകാരിയാണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നമുക്കിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പകാരിയാന്നൊക്കെ. അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കുകയാണെങ്കിലും അത് പകാരിയാന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് സ്ഥിരമായിട്ട് വാങ്ങാറുള്ളത്. ഇപ്പം എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാത്തത് ഞാൻ സേലത്തിൽ നിന്ന് കൊറിയർ ചെയ്തിട്ടാണ് വരുത്തിയിട്ടുള്ളത്. ഞാനൊരു 15ഓളം USB മൊഡ്യൂൾ ഇപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന റിമോട്ട് ഈ ഒരു റിമോട്ടാണ്. അപ്പോൾ ഈ ഒരു റിമോട്ടിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് റിമോട്ട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഏത് രീതിയിലാണ് ആ റിമോട്ട് ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിക്കുക എന്നുള്ളത്. അതിലുള്ള എല്ലാ ഫംഗ്ഷനും നമുക്ക് അതിലും ഉപയോഗിക്കാം.
ഇത് നമുക്ക് എന്താ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി നമുക്കൊരു 3 മാസമൊക്കെ ഉള്ളൂ ചിലത് നിൽക്കുക. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള കമ്പനി യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഐറ്റം ബാറ്ററിയാണ്. അപ്പോൾ നമുക്കിതൊരു 75 രൂപയുടെ ഒരു 100 രൂപയുടെ ഒക്കെ അടുത്ത് വരുന്ന ഒരു ബാറ്ററി ആണെങ്കിൽ പിന്നെ നമുക്കൊരു വർഷത്തോളം പോകും. അപ്പോൾ തന്നെ ഈ റിമോട്ട് ഒന്ന് താഴെ വീഴുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും. അതല്ലെങ്കിൽ നമുക്ക് വോളിയം അപ്പോ ഡൗണോ അല്ലെങ്കിൽ നെക്സ്റ്റോ പ്രീവിയോ ഏതെങ്കിലുമൊക്കെ ഒന്ന് വർക്ക് ചെയ്യാത്തൊരു പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിന്ന് ഈ ഒരു 3 USB മൊഡ്യൂളും ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റ് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഫിലിപ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ V355 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലായിട്ടുള്ളൊരു ഹൈഫൈ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്ക് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളുടെ ചാനലിൽ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും സോൾഡ് ഔട്ടാണ്. അപ്പോൾ ഇതിൽ പിന്നെ USB മൊഡ്യൂൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് രീതിയിലാണ് ഫിറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ USB മൊഡ്യൂൾ ഫിറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു ബോക്സിനകത്ത് ഈ ഒരു മൊഡ്യൂൾ ഇവിടെ പ്ലേസ് ചെയ്തതിനു ശേഷം ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു സൈഡിലോ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത USB മൊഡ്യൂൾ ഫിറ്റ് ചെയ്യണ സെറ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത നമ്മൾ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഡിവൈസ് ഇതാണ്. ഇത് JVS എന്ന് പറഞ്ഞ പിന്നെ ഒരു ബ്രാൻഡിൻ്റെ 200 RMS വരുന്ന പെർ ചാനൽ 100 വാട്ട്സ് വരുന്ന ഒരു പിന്നെ ഹൈഫൈ സിസ്റ്റമാണ്. അപ്പോൾ ഇതിലും നമ്മൾ ഫിലിപ്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടല്ല പിന്നെ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്ക് ബോക്സിനകത്താക്കിയിട്ട് ഏതെങ്കിലും സൈഡിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സിസ്റ്റം ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഫിലിപ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇത് 3 ഞാൻ പിന്നെ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് സെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കസ്റ്റമറുടെ ഓർഡർ പ്രകാരമാണ് നമ്മളിത് USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മളത് സാധാരണ നമുക്ക് കൊറിയറിലൊക്കെ വരാറുണ്ട് USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ല. അപ്പോൾ ഇത് 350 വാട്ട്സ് വരുന്ന പിന്നെ ഗ്ലാസ് D വരുന്ന പവർ ആംപ്ലിഫയറോട് കൂടിയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഹൈഫൈ സിസ്റ്റങ്ങളിലൊക്കെ ബ്ലൂടൂത്ത് അതുപോലെ തന്നെ പെൻഡ്രൈവ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ നിരക്കിൽ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. നമുക്കൊരു 650 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലൂ LED കൂടിയിട്ട് വേറൊരു USB മൊഡ്യൂൾ വാങ്ങിക്കാൻ കിട്ടും. അത് ഒന്നുകൂടി ബെറ്ററാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1200, 2000, 2200 രൂപയുടെ അടക്കം നമുക്ക് 5 വോൾട്ടിൽ വരുന്ന USB മൊഡ്യൂൾ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ചീപ്പ് റേറ്റിൽ വരുന്നതിൽ ഏറ്റവും ബെറ്ററാണെന്നാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെറ്റിലാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു JVS MX JE5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2200 വാട്ട്സ് PMPO, 200 വാട്ട്സ് RMSും ഉള്ള ഒരു സെറ്റാണ്. ഇതിൻ്റെ DVD അതുപോലെ തന്നെ ഓക്സ് FM കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഹൈഫൈ സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യാതെ ഇപ്പോൾ CD കാസറ്റൊക്കെ വർക്ക് ചെയ്യാത്തത് കാരണം ഓക്സ് FM കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സെറ്റിൽ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊറിയർ ചെയ്ത് തരാം. അപ്പോൾ കൊറിയർ ചാർജ് രണ്ടും നിങ്ങൾ വഹിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ റേറ്റിന് തന്നെ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്പീക്കർ കണക്ട് ചെയ്തതിന് ശേഷം FM മോഡിലിട്ട് ജസ്റ്റ് വോളിയം ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം ഒരു അരമ്പുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ ഓക്കെയാണ്. മിക്ക ആളുകളും പിന്നെ ഓൾറെഡി ഡെഡായിട്ടുള്ള സെറ്റുകളാവും. അത് എനിക്ക് അയക്കുന്ന രീതിയുണ്ട്, അതൊരിക്കലും ചെയ്യരുത്. ആംപ്ലിഫയർ സെക്ഷൻ വർക്കിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കൊറിയർ ചെയ്താൽ മതി. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയാണ്. ഇത് നമുക്ക് ലെഫ്റ്റ് റൈറ്റും മെയിൻ സ്പീക്കറാണ് വരുന്നത്. ഇത് രണ്ടും ലെഫ്റ്റ് റൈറ്റും സറൗണ്ട് സ്പീക്കറാണ്. ഒരു വീഡിയോ ഔട്ട് അതുപോലെ തന്നെ SVD ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീഡിയോ സെക്ഷനാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ FM AM ആൻ്റന സെക്ഷനാണ്. ഇത് ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റും ഓക്സ് ഇൻപുട്ട്. അങ്ങനെയാണ് ഈ ഒരു സെറ്റ്. അതുപോലെ തന്നെ ഈ സെറ്റ് നല്ല വെയിറ്റ് ഉണ്ട്. ട്രാൻസ്ഫോമറാണ് വരുന്നത്, STK ആണ് പവർ IC വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ബോർഡ്, ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ. ഇതിൽ നമുക്ക് 24/0 ആണ് ട്രാൻസ്ഫോമർ വരുന്നത്. ഇതിൻ്റെ ഫിൽറ്റർ കപ്പാസിറ്റർ സെക്ഷന് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോയെന്നറിയില്ല. ഹെവി കമ്പോണൻ്റാണ് ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റിൻ്റെ ബോർഡ് പ്രിൻ്റ് സെക്ഷൻ വരുന്നത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഈ ഒരു USB മൊഡ്യൂൾക്കുള്ള 5 വോൾട്ട് എടുക്കേണ്ടത്. മിക്ക സെറ്റിലും നമ്മളിതിൻ്റെ മുമ്പ് ഒരു പൈനിയർ അതുപോലെ തന്നെ ഒരു സോണി ഹൈഫൈ സിസ്റ്റങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പ്രിൻ്റ് സെക്ഷൻ ചിലപ്പോൾ വരാറുള്ളത് അടിയിലേക്ക് കാണാം. ചിലപ്പോൾ ബോർഡ് ഈ ഒരു സൈഡിലായിരിക്കും ഈ ഒരു പ്രിൻ്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക, ഇതുപോലുള്ള നമ്മളുടെ മൊബൈലിനൊക്കെ ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന 1 ആംസിൻ്റെ ഏതെങ്കിലും ഒരു ഇതുപോലുള്ള ഒരു 5 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ കിട്ടിയാൽ മതി. കൂടുതൽ ആംസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഒരുവിധമൊക്കെ ഉണ്ടാവും പഴയ കാലത്തെ മൊബൈലിൻ്റെ ചാർജറൊക്കെ ഉപയോഗിച്ചിരുന്നത് 5 വോൾട്ടിൻ്റെ ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാർജർ വെച്ചിട്ട് നമുക്ക് AC-ന്ന് നേരിട്ടിട്ട് കൊടുത്തിട്ട് ഇതിന്ന് 5 വോൾട്ട് നമുക്ക് USB മൊഡ്യൂൾക്ക് കൊടുക്കാം. ഒരിക്കലും നിങ്ങൾ ഈ പ്രിൻ്റ് സെക്ഷൻ താഴെയാണെങ്കിൽ ഒരിക്കലും ബോർഡ് പുറത്തെടുത്ത് അതിന് 5 വോൾട്ട് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 2007 2010 മോഡലാണ്. ഒരിക്കലും നമ്മൾ ഈ ഒരു ബോർഡ് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കേബിൾ അതുപോലെ തന്നെ ഇതുപോലുള്ള കേബിളൊക്കെ കട്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരിക്കലും ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇത് ഡെഡ് ആകേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ 5 വോൾട്ട് എടുക്കാൻ ഇതുപോലുള്ള ഒരു 5 വോൾട്ടിൻ്റെ നമ്മുടെ മൊബൈൽ ചാർജ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും അഡാപ്റ്റർ ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 7805 റെഗുലേറ്റർ IC വാങ്ങിയിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് വേണമെങ്കിൽ അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ സെറ്റിൽ മൊഡ്യൂൾക്കുള്ള 5 വോൾട്ട് ഏത് രീതിയിലാണ് എവിടെ നിന്നാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാൻ ഞാനിതിൻ്റെ പവർ കൊടുത്ത് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡ് ബൈ ഓണായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ സോഴ്സ് ഇവിടെ DVD ആണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് ഫസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സോഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് DVD ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ DVD ഓൾറെഡി വർക്കിംഗ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് DVDയുടെ ട്രാക്കിൽ നിന്ന് നമുക്ക് എടുക്കുന്ന ഒരു രീതി ഇതിൻ്റെ മുമ്പ് ഞാനൊരു വേറെ സെറ്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ DVD വർക്കിംഗ് ആയത് കാരണം നമുക്ക് ഓക്സ് വഴിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു പൈനിയർ സെറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സെറ്റിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് DVD നമുക്ക് ഓൾറെഡി കംപ്ലൈൻ്റ് ആയത് കാരണം ഓണാക്കുന്ന സമയത്ത് USB മൊഡ്യൂൾ ഓണാവും. നമുക്ക് ഓക്സ് വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് സെലക്ട് കൊടുക്കുക. ബാക്കിൽ നിന്ന് നമുക്ക് കമ്പ്യൂട്ടർ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സെറ്റിൻ്റെ ഓക്സ് ഉപയോഗിക്കാതെ DVD ആണ് നമ്മളതിൻ്റെ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകുമ്പോൾ ഒരു റെഡ് LED വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇത് സോഴ്സ് കിടക്കുന്നത് DVD ആണ്. അപ്പോൾ നമുക്ക് ഓക്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് സെലക്ട് കൊടുത്തിട്ടുള്ളത് ഓക്സ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ഓക്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ സെറ്റ് ഈ ഒരു പ്രിൻ്റ് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് 5 വോൾട്ട് എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിമീറ്റർ എടുത്തതിന് ശേഷം 20 വോൾട്ട് സെറ്റ് ചെയ്ത് വെക്കുക. 20 വോൾട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി കൂടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ 20 വോൾട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ 5 വോൾട്ട് സെക്ഷനിൽ നമുക്ക് ഇവിടെ തന്നെ എല്ലാതും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 5 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ഭാഗത്തുനിന്ന് 5 വോൾട്ട് വരുന്നുണ്ടെന്ന് കരുതി നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് 5 വോൾട്ട് എടുക്കാൻ ശ്രമിക്കരുത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ഓക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ FM ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു 5 വോൾട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേബിളായിട്ട് 5 വോൾട്ട് ഏത് രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് പാനലിലേക്ക് ഉള്ള സ്ട്രാപ്പ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഞാനിത് എന്തായാലും ഒരു സൂം ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ ഞാൻ ഒരു ഫോട്ടോ എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 5 വോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ 12 വോൾട്ട് വരുന്നുണ്ട്, അങ്ങനെ ഒരു 9 വോൾട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 വോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 5 വോൾട്ട്, ഒരു 9 വോൾട്ട്, 12 വോൾട്ട് വരുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് എഴുത്ത് മനസ്സിലാവുമോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു പോർഷനിലാണ് ഇവിടെ 5 വോൾട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പവർ ഓൺ ആക്കിയാലും നമുക്ക് അവിടെ സ്റ്റേബിളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 5 വോൾട്ട് വരും. ഇനി നമ്മൾ FM ആണ് അല്ലെങ്കിൽ കാസറ്റ് സെക്ഷനാണോ CD ആണോ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു 5 വോൾട്ടിൻ്റെ അവിടുന്ന് നമുക്ക് ഈ ഒരു കേസിൽ വഴിയാണ് ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് അവസാനം സ്വിച്ച് ഇവിടെ എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ സ്വിച്ച് ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ FM വേറെ ഏതെങ്കിലും സോഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ USB മൊഡ്യൂൾക്ക് വേണമെങ്കിൽ പവർ നമുക്ക് റിമോട്ടിൽ വേണമെങ്കിൽ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വിച്ച് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ 5 വോൾട്ട് എടുത്തത് ഇപ്പോൾ ഞാൻ എവിടെ നിന്നാണെന്നുള്ളത് കാണിക്കാം. ഞാൻ ഇവിടെ മൾട്ടിമീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്.
ഞാൻ നെഗറ്റീവ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ടിൻ്റെ പോസിറ്റീവ് ഈ ഒരു രീതിയിലാണ് കണ്ടത്. അപ്പോൾ നമുക്ക് നാടാം കറക്റ്റ് 5 വോൾട്ട് കാണിക്കുന്നുണ്ട്. 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ 513 കാണിക്കണമെങ്കിലും അത് കറക്റ്റ് 5 വോൾട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ USB മോഡ്യൂളിലേക്കുള്ള 5 വോൾട്ട് കൊടുക്കാൻ അതിന് കൊടുക്കാം. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്തിട്ട് വേണമെങ്കിൽ കാണിക്കാം. എനിക്ക് ഒരു ലെൻസ് വെച്ച് കഴിഞ്ഞാലാണ് പ്രോപ്പറായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 1 2 3 4 ഈ 4ാമത്തെ പിന്നാണ് നമുക്ക് സോൾഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കട്ടെ. പക്ഷേ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഗ്രൗണ്ട് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഗ്രൗണ്ട് ബോഡിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 5 വോൾട്ടിൻ്റെ സെക്ഷനിലൊന്ന് കൊടുത്തോട്ടെ. അപ്പോൾ വേണ്ട ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഞാൻ ഈ ബോഡിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും കൊടുത്തു പോകരുത്. നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ മൈനസ് ഭാഗത്തു നിന്ന് തന്നെ കൊടുക്കാവും നല്ലത്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ FM വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എരമ്പുന്ന സൗണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോയ്സ് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ബോഡിയിൽ നിന്ന് കൊടുക്കരുത് ഗ്രൗണ്ട്. എപ്പോഴും നമ്മൾ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സെക്ഷനിൽ കൊടുക്കുക. ഞാൻ ഈ ഒരു പോർഷനിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്ന് 2 വയർ സോൾഡർ ചെയ്തിട്ട് പുറത്തിടുക. അതിന് ശേഷം നമുക്ക് USB മോഡ്യൂളൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അവിടെ പവർ ഓഫ് ചെയ്യാണ്. അങ്ങനെ ഞാൻ സോൾഡർ ചെയ്യണമെന്ന് വീഡിയോയിൽ എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം നമുക്ക് 3 സെറ്റിലും USB മോഡ്യൂൾ സെറ്റ് ചെയ്യേണ്ടതാണ്. അത് കാരണമാണ് കേട്ടോ. അപ്പോൾ മൊഡ്യൂളിലേക്കുള്ള 5 വോൾട്ട് സെക്ഷൻ ഞാനിവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീന് വരുന്നത് 5 വോൾട്ട് പ്ലസ്സാണ് വരുന്നത്. ഗ്രൗണ്ട് ബ്ലാക്ക് ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു USB മോഡ്യൂളിൽ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ബ്ലാക്ക് റെഡ് എന്ന് നല്ല രീതിയിൽ കേബിൾ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ പൊളാരിറ്റി മാറിയിട്ടാവും കൊടുത്തിട്ടുണ്ടാകുക. അപ്പോൾ നമ്മൾ സാധാരണ കരുതാറ് റെഡും ബ്ലാക്കും പോസിറ്റീവാണ്. 5 വോൾട്ട് പോസിറ്റീവ് റെഡിലും കൊടുക്കും, നെഗറ്റീവ് ബ്ലാക്കിലും കൊടുക്കും. പക്ഷേ ഇവിടെ പൊളാരിറ്റി മാറിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ സോക്കറ്റ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും റെഡും ബ്ലാക്കും മാറിയിട്ടുണ്ടാവും. അത് നാട്ടിൽ നിന്ന് വാങ്ങുന്ന ലോക്കൽ USB മോഡ്യൂളിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഏത് രീതിയിലാണ് ഈ ഒരു ട്രാക്ക് വന്നിരിക്കുന്നത്, ഈ ഒരു പോസിറ്റീവിലേക്ക് വന്നിട്ടുള്ളത് നോക്കുക. അപ്പോൾ ആ പോസിറ്റീവ് ബ്ലാക്ക് ആണെങ്കിൽ 5 വോൾട്ട് ബ്ലാക്കിലും കൊടുക്കുക, നെഗറ്റീവ് റെഡിലും കൊടുക്കുക. ഇത് നമുക്ക് ഈ ഒരു കേബിളിൽ നമുക്ക് ഇതിൽ പൊളാരിറ്റി ഏതാണെന്ന് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഏതാണ് റെഡും ബ്ലാക്കും അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഇതിൽ ഏതിലാണ് കൊടുക്കുക എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിനെ നോക്കിയതിന് ശേഷം ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ലെഗ് പോസിറ്റീവ് ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ പൊളാരിറ്റി മാറാതെ കൊടുക്കുക. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഭാഗം. കാരണം ഇതിൻ്റെ പോസിറ്റീവ് വരുന്നത് ഈ ഒരു വയറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വയറിനെ ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ട് ഇടുന്നുണ്ട് മറക്കണേന്. കാരണം ഈ ഒരു വയറിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു സ്ലീവ് പോലും കൊടുത്തിട്ടില്ല കേട്ടോ ഇവർ. അപ്പോൾ പോസിറ്റീവ് വരുന്നത് ഈ ഒരു ട്രാക്കാണ്. ഈ ട്രാക്കിൽ വരുന്നത് ഈ ഒരു വയറാണ്. ഈ ഒരു വയറിനെ നമ്മളിവിടെ ഒരു കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ആ സോൾഡർ ചെയ്ത ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് കൊണ്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് കേബിള് 2-3 തവണ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അവിടെ അടങ്ങി കഴിഞ്ഞാൽ സോൾഡറിങ് വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇതുപോലൊരു ഷെല്ലോ ടാപ്പ് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് ചെക്ക് ചെയ്യുക. ഏത് രീതിയിലാണെന്നുള്ളതൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ പവർ കൊടുക്കുക, ഓൺ ചെയ്യുക. പവർ കൊടുത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഫീസർ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഷോർട്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മൾട്ടിമീറ്റർ 20 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 5 വോൾട്ട് നല്ല രീതിയിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് USB മോഡ്യൂൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം.
ഈ മോഡൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊളാരിറ്റി മാറാതെ ശ്രദ്ധിക്കണം. നമ്മൾ 2-3 തവണ ഓക്കെ ആണെങ്കിൽ മാത്രം പവർ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പോസിറ്റീവ് സെക്ഷനിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ USB മോഡ്യൂൾ പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മോഡ്യൂൾക്കുള്ള 5 വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഈ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് ഏത് രീതിയിലാണ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാനുള്ള രീതി ഏത് രീതിയിലാണ് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മുമ്പ് കാലത്തൊക്കെ TV-യിൽ റിസീവറിൽ അതുപോലെ തന്നെ VCR ഒക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ഇതുപോലുള്ള കേബിളുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ HDMI ആയതിനു ശേഷം ഇപ്പോൾ ഇതാരും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കേബിളാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി വേറൊരു കേബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കേബിൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മൾട്ടിമീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റിയിൽ ബസർ മോഡിൽ ഇട്ടതിന് ശേഷം നമ്മൾ വൈറ്റ് അത് ഇതിലേതാണ് കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കിയതിന് ശേഷം വേണം കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേബിളാണ്. ഇത് ഞാൻ ഏതായാലും കട്ട് ചെയ്യണില്ല, നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം കട്ട് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കേബിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് നോക്കാം. അത് നമുക്ക് ഇതിൻ്റെ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഇതുപോലുള്ള കേബിൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേബിൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ നമുക്കൊരു 30 രൂപീസിൽ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. എങ്കിൽ പോലും അതിൻ്റെ ഒന്നും കേബിൾ ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്യാവശ്യം നല്ല കേബിളിന് എനിക്ക് തോന്നുന്നത് 80 രൂപ 150 രൂപയുടെയൊക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഗേജ് കൂടിയിട്ടുള്ള കേബിൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ലോക്കൽ വാങ്ങുമ്പോൾ നമുക്ക് പല രീതിയിലും പെട്ടെന്ന് കട്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കേബിളിൻ്റെ രണ്ടിൻ്റെയും സ്ലീവ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റർ എടുത്ത് രണ്ടും ഒന്ന് ഹീറ്റ് ചെയ്തിടുക. ചില കേബിളിൻ്റെ അകത്ത് ഇതിൻ്റെ മുകളിൽ ഒരു ഇൻസുലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇതോ അത്രയും മതി. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കേബിളുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിലൊരു യെല്ലോ കളറും ഒരു പുറത്തൊരു സ്ലീവ് ഗ്രൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കേബിളിൻ്റെയും ഗ്രൗണ്ടിനെ നമ്മൾ ഒരേ രീതിയിൽ ഇതേപോലെ കൂട്ടി യോജിപ്പിക്കുക. ഒരെണ്ണം ലെഫ്റ്റും ഇതൊരെണ്ണം റൈറ്റുമാണ്. ഇതിൻ്റെ ഗ്രൗണ്ടിനെ നമ്മളിവിടെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ കൂട്ടി യോജിപ്പിച്ചത് നമ്മൾ ഈ ഒരു വൈറ്റ് കേബിളുമായിട്ട് ഒന്നുകൂടി യോജിപ്പിക്കുക. ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്രീന് വയറെടുത്ത് നമ്മൾ ലെഫ്റ്റ് ഇതുപോലെ കൊടുക്കുക. പരസ്പരം കൊടുക്കുന്ന സമയത്ത് ഷോർട്ടാകാതെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും തരത്തിൽ ഷോർട്ടാകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. റൈറ്റ് സൈഡ് ഞാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇതുപോലെ കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്യരുത്. ഇത് നമുക്ക് 3 സോൾഡർ ചെയ്യാണ്ട്. ഇത് സോൾഡർ ചെയ്താലാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കിട്ടുള്ളൂ. അതല്ല ചില ആളുകൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ടാപ്പ് ചുറ്റുന്ന ഒരു രീതിയുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. ഇത് നമുക്ക് സോൾഡർ ചെയ്യൽ നിർബന്ധമാണ്. ഇതിൽ കുറച്ച് കൂടുതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കുക. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 3. ഇനി നമുക്കത് ഈ 3 നല്ല രീതിയിൽ സോൾഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇവിടെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ സോൾഡർ ചെയ്തിട്ടാണ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് USB മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ വരുന്ന കണക്ടറാണിത്. നമ്മൾ ഈ ഒരു കണക്ടറും ഇത് ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്യണം. ഈ ഒരു രീതിയാണ് നല്ലത് എന്നല്ല. ഏറ്റവും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഈ കണക്ടർ ഒഴിവാക്കിയിട്ട്
സോൾഡർ ചെയ്യുന്നതാണ് നല്ല രീതി. നമ്മളിതിൻ്റെ മുമ്പ് ചെയ്ത ഒരു സോണി ഹൈഫൈ സിസ്റ്റത്തിലൊക്കെ ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കേബിളൊന്നും ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യരുത്. നമുക്ക് ഷീൽഡ് വയർ തന്നെ വാങ്ങിക്കണം. ഇപ്പോൾ ഓഡിയോ സിഗ്നൽ ലെഫ്റ്റ് റൈറ്റും കാര്യങ്ങളൊക്കെ അത് ഒരു നെറ്റ് രീതിയിലാണ് അതിൻ്റെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരിക. നോയ്സോ അല്ല വേറെ അമ്മിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതും നോയ്സോ അമ്മിങ്ങോ ഒന്നും ഉണ്ടാവില്ല. പ്രോപ്പറായിട്ടുള്ള രീതി അതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു കണക്ടറാണ്. ഈ കണക്ടർ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സോൾഡറിങ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത്രയും പെട്ടെന്ന് നമുക്കിത് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇന്ന് കരുതി ഓഡിയോ ക്വാളിറ്റി അങ്ങനെ ഇൻക്രീസ് ആവുമൊന്നുമില്ല. അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെ നോക്കാം. സെൻറ്ററിലുള്ളതാണ് ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് നോക്കാം. ഇതിൽ നമുക്ക് ഈ ഒരു ഗ്രേ വരുന്ന കളറ് വയറിനെ നമുക്ക് വൈറ്റുമായിട്ട് ജോയിൻ ചെയ്യാം. ഇതും സോൾഡർ ചെയ്യുന്നതാണ് പ്രോപ്പറായിട്ടുള്ള രീതി കേട്ടോ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് കൊടുക്കുന്നത് ബ്ലാക്കാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് റെഡ് കൊടുക്കുന്നുണ്ട്. അതും ഇതിൻ്റെ എൻഡൊന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതും നമുക്കൊന്ന് സോൾഡർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഹെഡ്സെറ്റുകളൊക്കെ നമ്മുടെ നിന്ന് ഇതുപോലെ കട്ടായി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ലൈറ്റർ കൊണ്ട് നമ്മളതിൻ്റെ സ്ലീവ് എന്തായാലും ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ലീവ് കളഞ്ഞ് സോൾഡർ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കത് വർക്കാവില്ല. അപ്പോൾ അതും നമ്മൾ നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലായത് സോൾഡർ ചെയ്യൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബോക്സിലാണ് ഇത് ഫിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കത് ഏത് രീതിയിലാണെന്നുള്ളത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു മാർക്കർ എടുത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത പോർഷനിൽ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ USB മൊഡ്യൂൾ ഈ ഒരു ബോക്സിനകത്ത് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ഈ കൊടുത്തിട്ടുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ സാധാരണ നമ്മളെ സ്വിച്ച് ബോർഡിനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രൂ ആണ് കേട്ടോ. ഒന്നുകൂടി അട്രാക്റ്റ് ആയിട്ടുള്ള നമ്മളെ സിൽവർ കളർ ഇതുപോലുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ തൽക്കാലം അതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സെറ്റ് നിർത്തി വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വർക്ക് ഏറെക്കുറെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
അപ്പോൾ നമ്മളിനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോളിലൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ സ്റ്റീരിയോ ലെഫ്റ്റ് റൈറ്റ് USB മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിന് നമ്മൾ ഓക്സ് ഇൻപുട്ടിലേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്നോ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഇനി ഉപയോഗിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഓക്സ് ഉപയോഗിക്കാം. സാധാരണ ചില സെറ്റിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ ലെഫ്റ്റും റൈറ്റും സോൾഡർ ചെയ്യുന്ന ഒരു രീതി ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള പുള്ളി ഈ ഒരു രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് USB മൊഡ്യൂൾ വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് ഓക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ലെഫ്റ്റും റൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് ഇതിൻ്റെ കവറിൽ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഹോള് ഇടണം. ഒന്ന് ഡ്രില്ല് ചെയ്തിട്ട് ഒരു ഹോൾ ഇടണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ USB മൊഡ്യൂൾ വരിക, ഈ ഒരു പോർഷനിലാണ് വരിക. അപ്പോൾ ഞാൻ ഈ ഒരു സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്കത് ഏത് രീതിയിലാണ് കൊടുക്കാൻ നോക്കാം. അങ്ങനെ ഞാൻ ഈ കവറിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു USB മൊഡ്യൂളിന് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച്, ഒരു ഓൺ ഓഫ് സ്വിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒന്ന് കട്ട് ചെയ്യാണ്ട്, ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്വിച്ചിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്കതെങ്ങനെ നോക്കാം. USB മൊഡ്യൂളിന് പവർ ഓൺ ഓഫ് സ്വിച്ച് ഈ ഒരു സ്വിച്ച് കൊടുക്കാമെന്ന ഉദ്ദേശത്തിലാണ് കട്ടിയൊക്കെ ചെയ്തത് കേട്ടോ. ജസ്റ്റ് ഞാൻ വെറുതെ ഇരുന്ന് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്തതാണ്. എല്ലാ വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പണിയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത സമയത്ത് സ്വിച്ച് വർക്കിംഗ് അല്ല. വർക്ക് ചെയ്യിക്കുക, അത് സ്വിച്ച് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കോണ്ടാക്റ്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ വർക്കാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്വിച്ച് ഒഴിവാക്കാം. ഇനി ഞാൻ വെക്കാൻ പോകുന്നത് ഈ ഒരു സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് പിന്നെ 4 ടെർമിനൽ വരുന്നുണ്ട്. നമുക്ക് 4 ടെർമിനലിൻ്റെ ഒന്നും ആവശ്യമില്ല, 2 ടെർമിനൽ മതി. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സ്വിച്ച് ഇതിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്വിച്ച് എന്തായാലും ഒഴിവാക്കണില്ല. നമ്മളെന്തായാലും കാശ് കൊടുത്ത് വാങ്ങുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ, ഒക്കെ യൂസഡ് അല്ല, ഒന്നും എടുത്തിടുകയല്ലേ. അപ്പോൾ ഇത് ഈ ഒരു റെഡ് പോർഷൻ ഇവിടുന്ന് ഊരി എടുത്തതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് അതിനൊന്നും ഇപ്പോൾ നേരമല്ല. നമുക്ക് ഈ ഒരു സ്വിച്ച് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നമുക്ക് ഈ ഒരു രീതിയിലാണ് ഞാൻ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പവർ ഓൺ ഓഫ് സ്വിച്ച്. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ അതിൽ ഫിക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ USB മൊഡ്യൂൾക്കുള്ള പവർ ഓൺ ഓഫ് സ്വിച്ച് ഞാൻ ഈ ഒരു രീതിയിലാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഈ ഒരു സ്വിച്ചാണ് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൽ നമുക്ക് ഈ ഒരു സ്വിച്ചും കൂടി അളവ് മാറ്റം വന്നത് കാരണം ഇവിടെ നമ്മൾ 2 സൈഡിലും ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് അളവ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കവറ് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം കേബിളൊക്കെ നമുക്ക് പുറത്തിടും. അപ്പോൾ നമ്മുടെ വർക്ക് ഏറെക്കുറെ കഴിയാറായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവിടെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തു, ഇതിലേക്കുള്ള പവർ 5 വോൾട്ടുള്ള പവർ എടുത്തു. വേറെ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇൻപുട്ട് സെക്ഷനിലേക്കുള്ള കേബിൾ ഈ ഒരു രീതിയിൽ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേബിളിനെ നമുക്കൊന്നുകൂടി ഈ ഒരു ലെങ്ത്ത് കമ്മിയായത് കാരണം നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്ട്. ഇതാണ് നമുക്ക് USB മൊഡ്യൂളിലേക്കുള്ള പവർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ഒരു 85% കഴിഞ്ഞു. അങ്ങനെ ഇതിൻ്റെ പവർ കേബിൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഈ ജോയിൻ ചെയ്ത ഭാഗത്തൊക്കെ സോൾഡർ ചെയ്തതിന് ശേഷമാണ് ടാപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കവർ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഈ ഒരു കേബിളിനെ ഈ ഒരു രീതിയിൽ പുറത്തേക്ക് ഇടണം.
കേബിൾ കുറച്ച് ലെങ്ത്ത് കൂടിയെന്ന് കരുതി പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് USB മോഡലിൻ്റെ കവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇടാം. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേബിളിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ തള്ളി നീക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോറ് കേസ് കംപ്ലീറ്റ് സ്ക്രൂ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലിട്ട് ടൈറ്റ് ചെയ്യുക. വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫൈനലി ലാസ്റ്റ് ചെക്ക് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഈ ഒരു 5 വോൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ഓള് വഴി അതിൻ്റെ പിന്നെ USB മോഡലിൻ്റെ ഔട്ട്പുട്ട് നമ്മൾക്ക് ഓക്സ് ഇൻപുട്ടിലേക്ക് കൊടുക്കേണ്ട ഒരു രീതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ നമ്മൾ വയറിങ്ങിൽ സെക്ഷനിലൊന്നും ചെയ്തിട്ടില്ല. അത് കാരണം നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തതാണ്. ഇതിൻ്റെ FM അതുപോലെ തന്നെ കാസറ്റ് സെക്ഷന് അതുപോലെ തന്നെ CD കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളെന്തായാലും അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ USB മോഡുകൾക്കുള്ള കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 വോൾട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇവിടെ സോൾഡർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ USB മോഡലിലെ ഔട്ട്പുട്ട് നമ്മൾ പിന്നെ കണക്ട് ചെയ്യണം. ഏത് രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം. അങ്ങനെ നമ്മൾ 5 വോൾട്ട് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ USB മോഡ്യൂളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഇവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ USB മോഡ്യൂൾക്കുള്ള കോമൺ നമ്മൾ ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB മോഡലിൻ്റെ ഔട്ട്പുട്ട് ലെഫ്റ്റ് റൈറ്റും ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. അങ്ങനെ USB മോഡലിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാലൻസ് വരുന്ന കേബിളിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തന്നെ തള്ളി കൊടുക്കുക. കേബിൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്. CD ഡ്രൈവിലേക്ക് തട്ടാനൊന്നും ചാൻസ് ഇല്ല. CD ഡ്രൈവ് നമുക്ക് സെൻറ്ററിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് ഇത് കൊടുക്കുന്നതിൻ്റെ മുന്നേ പവർ ഓൺ ആക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു പോർഷൻ ഈ ഒരു ബോഡിയിൽ ടച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമുക്ക് ഏത് രീതിയിൽ കൊടുത്താലും ടച്ച് ആവാൻ ചാൻസ് ഇല്ല. കാരണം അത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ പവർ ഓൺ ചെയ്ത് ഇവിടെ സ്റ്റാൻഡ് റിലീസായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. നല്ല രീതിയിൽ വർക്കാണുണ്ട്. ഇനി നമുക്ക് സ്പീക്കർ കൊടുത്ത് വർക്കിംഗ് എങ്ങനെ ഉണ്ട് നോക്കിയതിന് ശേഷം ഈ ഒരു ബോക്സിന് നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി 2 സ്ക്രൂ വെച്ചിട്ട് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യുക. അത് വേണ്ട. ഞാൻ ജസ്റ്റ് ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലും ഡബിൾ ടാപ്പ് വെച്ചതിന് ശേഷം അവിടെ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിമൂവ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് സ്പീക്കർ കണക്ഷനൊന്ന് കൊടുത്തിട്ടൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് USB മോഡ്യൂളിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം.
USB മോഡലിൻ്റെ പവർ ഓൺ ചെയ്തു. ഇവിടെ സോഴ്സ് സെലക്ട് ആയിട്ടുള്ളത് DVD ആണ്. ഞാൻ ഓക്സിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് FM-ൻ്റെ അപ്പോൾ നമുക്ക് രണ്ട് ലെഫ്റ്റ് റൈറ്റിലും സ്പീക്കർ ഓക്കെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബോക്സിന് ഇവിടെ നല്ല രീതിയിൽ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് പെൻ ഡ്രൈവ് കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ USB മോഡൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഡബിൾ ടാപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഡബിൾ ടാപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പൊന്തിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ലെവലിൽ നല്ല രീതിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് സൈഡിലാണ് വെച്ചിട്ടുള്ളത്, സെൻറ്ററിലൊന്നുമില്ല. നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ എടുക്കും ചെയ്യാം. അത് നമുക്ക് USB മോഡലിൻ്റെ പവർ ഓൺ ചെയ്യുകയാണ്. ജസ്റ്റ് ഞാനൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാണ്. ഇപ്പോൾ നമുക്കിവിടെ ഞാൻ സോങ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിംഗ് വരും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് കാര്യങ്ങളൊക്കെ. റിമോട്ടൊന്നും ഞാൻ ഓപ്പൺ ചെയ്തില്ല. അതിൽ നമുക്ക് ഇവിടെ ഒരു ബാറ്ററിയുടെ ഇടുന്നൊരു സ്ലീവ് ഉണ്ട്, അതെടുത്ത് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു റിമോട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ചിലതൊക്കെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ പോകും. അതിൽ ബാറ്ററി പെട്ടെന്ന് കഴിയുന്ന ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ബാറ്ററി ഒന്നുമില്ലെങ്കിൽ ഇതിൽ ഒറിജിനൽ ബാറ്ററി വാങ്ങിക്കണം. ഇതിലൊക്കെ ഏറ്റവും ലോക്കൽ ബാറ്ററി ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു റിമോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും നമുക്ക് എത്ര ദൂരം നിന്നും വേണമെങ്കിലും പിന്നെ ആക്സസ് ചെയ്യാം. ഇത് ചില സമയങ്ങളിൽ ഏതെങ്കിലും ബട്ടന് വർക്ക് ചെയ്യാത്തൊരു രീതിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാനൊന്നും നമുക്ക് നോക്കാമല്ല. ഇത് നമുക്ക് FM അതുപോലെ തന്നെ DVD ടൈപ്പ് കാര്യങ്ങളൊക്കെ. ടൈപ്പിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്യില്ല. പിന്നെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ DVD വേറെ 2 നമുക്ക് ചെയ്യാനുണ്ട്. അതും ഞാൻ എന്തായാലും ഈ ഒരു രീതി തന്നെയാണ് അതും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും അതും നമുക്ക് 5 വോൾട്ട് എടുക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുക. അപ്പോൾ അത് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ എന്തായാലും കാണിക്കാം. ബാക്കിയൊക്കെ നമുക്ക് യൂഷ്വലായിട്ട് ഇപ്പോൾ ഈ ചെയ്ത അതേ രീതി തന്നെ വരിക. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ പവർ ഓഫ് ചെയ്യുക. ഈ ഒരു സ്വിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് ഈ FM വേറെ ഏതെങ്കിലും സോഴ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് ഇവിടെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന 5 വോൾട്ട് അവിടെ ഓഫായി നിൽക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തത് നമ്മൾ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിലിപ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 350 വാട്ട്സ് വരുന്ന RMS വരുന്ന ഒരു ഹൈഫൈ സിസ്റ്റമാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് FWD792 പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ JVCയിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളത് ഒരു അരമണിക്കൂറിൻ്റെ മേലെ നമുക്കത് വീഡിയോ ലെങ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഈ ഫിലിപ്സാണ്. ഇനി വേറൊരു ഫിലിപ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ ആ JVCയിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതിൽ നമ്മൾ 5 വോൾട്ട് എടുക്കുന്ന രീതി ഏതാണ്, ഏത് രീതിയിലാണ് മൊഡ്യൂൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡിവൈസിൻ്റെ അകത്തും നമുക്ക് ഒരേ മെത്തേഡ് തന്നെയാണ് വരിക. ഓരോ ബ്രാൻഡിനും ഓരോ രീതിയായിരിക്കും. അപ്പോൾ നമുക്കിതൊരു ക്വിക്കായിട്ട് ഞാൻ പെട്ടെന്ന് നമ്മൾ പിന്നെ ഹൈലൈറ്റ് ഭാഗം മാത്രമേ ഉള്ളൂ ഞാനത് വീഡിയോയിൽ കാണിക്കുക. അല്ലാതെ നമ്മളിത് പെട്ടെന്ന് ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കതിലും ആ ഫിലിപ്സിലും നമുക്ക് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ കണ്ട് ലാഗ് അടിക്കാൻ ചാൻസ് ഇല്ല. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്വിക്കായിട്ട് ഏത് രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം.
അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫിലിപ്സ് സെറ്റിൻ്റെ മുടികൾക്കുള്ള 5 വോൾട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. പോസിറ്റീവ് 5 വോൾട്ട് ഇവിടുന്ന് നമ്മൾ ഗ്രൗണ്ടും എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ബോഡിയിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ഇത് ഈ ഭാഗത്തുനിന്ന് എടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് പിന്നെ ട്രാൻസ്ഫോമർ അല്ല വരുന്നത്, SMPS ആണ് വരുന്നത്. ക്ലാസ് D ആണ് ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷന് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിലും നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ട് സെക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7805 റെഗുലേറ്റർ IC വാങ്ങിച്ചിട്ട് നമുക്ക് ഇതൊന്നും എടുക്കാം. ഇപ്പോൾ ഞാൻ മൊഡ്യൂലിലേക്കുള്ള 5 വോൾട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടുന്നാണ്. അപ്പോൾ നമുക്കത് സോൾഡർ ചെയ്ത് പുറത്തേക്ക് ഇടാം. இது பொய் தூக்கமா நான் தூங்கவே
അവൾ പോലില്ലേ ഒരു പേരഴക് അവൾ മൂച്ചഴക് നടക്കും അവൾ നടയഴക്. അങ്ങനെ നമ്മൾ അടുത്ത USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സെറ്റാണ്. നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചെക്ക് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് FWV355 എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് രീതിയിലാണ് USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിൽ 5 വോൾട്ട് ഏത് രീതിയിൽ എടുക്കുക എന്നുള്ളത് നോക്കാം.
അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ വർക്ക് കഴിഞ്ഞപ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ 2-3 തവണ ഞാൻ പുറത്ത് പോയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വർക്കിംഗ് റൂം മൊത്തത്തിൽ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ കാല് കുത്താൻ സ്ഥലമല്ല. ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. എന്തായാലും നാളെ ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് റൂമിൽ നമ്മളെ കൂട്ടിന് നമുക്ക് ആരാളുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഇത്ര നേരം 2 ആളെ കൊക്ക് പുറത്തുണ്ടായിരുന്നതാ. കൊക്ക് കാണുന്നുണ്ടോ? 3 കുരുവിക്കൂട് ഉണ്ടായിരുന്നു. 2 എണ്ണം എവിടെ പോയിന്നറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. നമ്മുടെ മുന്നിൽ മാറിയിട്ടോ.